യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പാപിയുടെ അവകാശം. എന്താണൊരു പാപിയുടെ അവകാശമെന്ന് അറിയപ്പെടുന്നത്? അങ്ങനെ അതുപോലെ തന്നെ ഒരു വാക്ക് വേദപുസ്തകത്തിലില്ല. വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്, അഥവാ നമ്മുടെ നാട്ടിലെ പാർലമെൻറ്റൊക്കെ പോലെ അമേരിക്കയിലെ ആ പാർലമെൻറ്റ് അംഗങ്ങൾ, പാർലമെൻ്റ് എന്നല്ല പറയുന്നത്, പക്ഷേ ആ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ആ അസംബ്ലിയിൽ പ്രാർത്ഥിച്ചാരംഭിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അവരുടെ സമ്മേളനം പ്രാർത്ഥിച്ചാണ് ആരംഭിച്ചുകൊണ്ടിരുന്നത്. അക്കാലത്ത് ആദ്യകാലങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേക പുരോഹിതനെയോ നിയമിച്ചിരുന്നില്ല, പ്രത്യേക ആളുകളെ നിയോഗിച്ചിരുന്നില്ല. പിൽക്കാലത്ത് അങ്ങനെ അതിനെല്ലാം പ്രാർത്ഥിച്ചാരംഭിക്കേണ്ടതിനായിട്ട് ചുമതലക്കാരെ നിയമിച്ചു. എന്നാൽ ഒരു ദിവസം പ്രാർത്ഥിക്കാനായിട്ട് നിയോഗിച്ചിരുന്നതായ ചുമതലക്കാരൻ സമയത്ത് വന്നു ചേർന്നില്ല. ആ പാർലമെൻറ്റ് കൂടേണ്ട സമയമായപ്പോൾ അതിൽ പ്രായമായൊരു വ്യക്തി തന്നെത്താൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അപ്പോൾ അതിൻ്റെ സ്പീക്കർ, ആ സഭ നിയന്ത്രിക്കുന്ന വ്യക്തി, പുസ്തകത്തെ തട്ടി സ്റ്റോപ്പ് 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 എന്ന് പറഞ്ഞു. നിർത്തണം. ഹൂ പെർമിറ്റ് യു? ആരാണ് നിങ്ങളെ അനുവദിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ പ്രായം ചെന്ന വ്യക്തി വിനയപൂർവ്വം പറഞ്ഞു, സർ, ഇതൊരു പാപിയുടെ അവകാശമാണ്. പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു പാപിയുടെ അവകാശമാണ് എന്ന് നല്ല ധൈര്യമായിട്ട് പറഞ്ഞു. സ്പീക്കർ പറഞ്ഞു, പ്രൊസീഡ്സ്, തുടർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതൊരു ചെറിയ സംഭവം മാത്രം, പക്ഷേ നമ്മളിതൊരു വലിയ കാര്യം ഓർപ്പിക്കുന്നുണ്ട്. ഒരു പാപിയുടെ അവകാശമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അവകാശം? ഒരു പാപിയുടെ അവകാശമാണ് എന്ന് പറയാനുള്ള കാര്യം എന്താണ്? ഒരു മകൻ്റെ അവകാശമാണ് അപ്പനോട് സംസാരിക്കുക എന്നുള്ളത്. അതൊരു മകൻ്റെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് ആരുടെ അനുവാദം ആവശ്യമില്ല, അതിനാരുടെയും പെർമിഷൻ ആവശ്യമില്ല. സ്വന്തം അപ്പനോട് സംസാരിക്കാൻ ഒരു മകൻ ആരുടെയെങ്കിലും അനുവാദമോ അതിനുള്ളതായ പ്രത്യേക നിയോഗമോ ആവശ്യമില്ല. അവൻ്റെ അപ്പനോട് സംസാരിക്കാം, അവൻ്റെ ഭാഷയിൽ സംസാരിക്കാം, അവൻ്റെ ഹൃദയത്തിലുള്ളത് സംസാരിക്കാം. അവൻ്റെ ഹൃദയത്തിലുള്ളതായ എന്തും അവൻ്റെ അപ്പനോട് അവന് സംസാരിക്കാം. ശരിയായ ഭാഷയിൽ, നല്ലതായ രീതിയിൽ അവൻ്റെ അപ്പനോട് അവൻ്റെ ഹൃദയം കൊണ്ട് സംസാരിക്കാം. പ്രിയപ്പെട്ടവർ, ഇത് തന്നെയാണ് പ്രാർത്ഥനയുടെ അവകാശം എന്ന് പറയുന്നത്. നമുക്കും ഒരപ്പനുണ്ട്. ഈ തിരുവചനം കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരപ്പനുണ്ട്. നിങ്ങളൊരപ്പനില്ലാത്ത കുഞ്ഞാണോ? യേശു നിങ്ങളുടെ അപ്പനാണ്. നിങ്ങൾ ഭർത്താവില്ലാത്തൊരു വിധവയാണോ? യേശു നിങ്ങളുടെ കാന്തനാണ്. നിങ്ങൾ അനാഥനാണോ? നിങ്ങൾ ഏകനാണോ? കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് ഉടമസ്ഥനാണ്. അവൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. അവൻ സർവശക്തനാണ്. അവൻ ആകാശത്തിലും ഭൂമിയിലും സർവ്വ അധികാരമുള്ളവനാണ്. പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവം. നമുക്ക് നിത്യനായ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് ദൈവം തന്നെ നമുക്കൊരു വാഗ്ദത്തവും തന്നിട്ടുണ്ട്. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കൂ. യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ജീവിച്ചുകൊണ്ട്, ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ജീവിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ പ്രാർത്ഥന കേൾക്കുമെന്നുള്ളത് ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ വാഗ്ദത്തമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവകാശമാണ് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് അധികം പേരും പല്ലവി പോലെ പറയുന്നൊരു വാക്കാണ്, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ല, ദൈവം ഞാൻ വളരെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടും എനിക്ക് മറുപടി കിട്ടിയില്ല. ഞാൻ ധാരാളം കേൾക്കാറുള്ള കാര്യമാണ്. എന്നാൽ മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത്? ആദ്യം എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഒരമ്മയിൽ നിന്ന് നമുക്ക് ആദ്യം കിട്ടേണ്ടത് എന്താണ്? അമ്മയുടെ മുലപ്പാലാണ്. അമ്മയുടെ മുലപ്പാൽ കുഞ്ഞിന് കിട്ടണം. ഒരു കുഞ്ഞിന് ആദ്യം കിട്ടേണ്ടത് അമ്മയുടെ മുലപ്പാലാണ്. ദൈവത്തിൽ നിന്ന് നമുക്ക് ആദ്യം കിട്ടേണ്ടത് എന്താണ്? നിത്യനായ ദൈവത്തിൽ നിന്ന് നമുക്ക് ആദ്യം കിട്ടേണ്ടത് എന്താണ്? പണമാണോ? ആദ്യം കിട്ടേണ്ടത് എന്താണ്? പ്രിയപ്പെട്ടവരെ, കുറേ രത്നങ്ങളാണോ? അതോ ഈ ഭൂമിയിലെ കുറേ വസ്തുവകളാണോ? അതോ വലിയൊരു സ്ഥാനമാണോ? വലിയൊരു പദവിയാണോ? എന്താണ് മനുഷ്യന് ദൈവത്തിൽ നിന്ന് ആദ്യം കിട്ടേണ്ടത്?
നമുക്കൊന്ന് വായിച്ചു നോക്കാം. വിലാപങ്ങളുടെ പുസ്തകം വായിച്ചു നോക്കാം. 3-ാം അധ്യായം 39 മുതലുള്ളതായ വാക്യം വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 39 മുതൽ 44 വരെയുള്ള വാക്യം വായിച്ചു നോക്കാം. എന്താണ് മനുഷ്യൻ ആദ്യം ദൈവത്തിൽ നിന്ന് കിട്ടേണ്ടത്? മനുഷ്യൻ ജീവനുള്ളെന്ന് നെടുവീർപ്പെടുന്നത് എന്ത്? ഓരോരുത്തൻ താന്താന്റെ പാപങ്ങളെക്കുറിച്ച് നെടുവീർപ്പെടട്ടെ. ആദ്യം പ്രാർത്ഥിക്കേണ്ടതായ വിഷയം നെടുവീർപ്പെന്നവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു മനുഷ്യൻ ആദ്യം ദൈവത്തിൽ നിന്ന് കിട്ടേണ്ടത് അവൻ്റെ പാപത്തിന് പരിഹാരമാണ് കിട്ടേണ്ടത്. മനുഷ്യൻ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് അവൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞാണ് പ്രാർത്ഥിക്കേണ്ടത്. മനുഷ്യൻ നെടുവീർപ്പെടുന്നതെന്ന് ആദ്യം നെടുവീർപ്പെടുന്നത് അവൻ്റെ പാപത്തെ ഓർത്താണ് നെടുവീർപ്പെടേണ്ടത്. താഴത്തേക്ക് വായിക്കാം നമുക്ക് 44 വരെ വാക്യം. നാം നമ്മുടെ നടുപ്പ് ആരാഞ്ഞ ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയുക. നാം കൈകളെയും ഹൃദയത്തെയും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക. ഞങ്ങൾ അതിക്രമം ചെയ്ത് മത്സരിച്ചു, നീ ക്ഷമിച്ചതുമില്ല. ഞങ്ങൾ അതിക്രമം ചെയ്തു. ദൈവത്തോട് പറയണം. ആദ്യമായി ദൈവത്തോട് പറയേണ്ട വാക്കുകൾ അതൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ സുബോധമുള്ളവനായിട്ട്, മനുഷ്യൻ തന്നെത്താൻ പ്രാർത്ഥിക്കാൻ പ്രാപ്തിയുള്ളവനായിട്ട് അവൻ ദൈവത്തോട് ആദ്യം പറയേണ്ട വാക്കുകൾ ഇതൊക്കെയാണ്. ഞങ്ങൾ അകൃത്യം ചെയ്തു. 44 വരെ വാക്യം. നീ കോപം പുതച്ചു ഞങ്ങളെ പിന്തുടർന്ന് കരുണ കൂടാതെ കൊന്നുകളഞ്ഞു. ഞങ്ങളുടെ പ്രാർത്ഥന കടക്കാതെ വണ്ണം നീ മേഘം കൊണ്ട് നിന്നെ തന്നെ മറച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ മത്സരിയായപ്പോൾ ദൈവം മേഘം കൊണ്ട് തന്നെ മറച്ചു കളഞ്ഞു. പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ കാരണം നാം ഇവിടെ കാണുന്നു. മനുഷ്യനിൽ പാപം നിലനിൽക്കുന്നു. അവൻ പാപം വിടുന്നില്ല, പാപം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, പാപം കൊണ്ടത് അഡ്മിറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ദൈവം മേഘം കൊണ്ട് തന്നെ മറച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ കടമ എന്താണ്? ദൈവം എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? നാം എന്താണ് ദൈവത്തിന് കൊടുക്കുന്നത്? ഇതൊക്കെ ക്രിസ്ത്യാനിക്ക് ചിന്തിക്കാൻ നേരമില്ല. ദൈവം ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? ഒരു ക്രിസ്ത്യാനി എന്താ ദൈവത്തിന് കൊടുക്കുന്നത്? എന്നാണ് ചുരുക്കം. ഒരു ചെറിയ കുഞ്ഞു വാക്യം നമുക്ക് വായിച്ചു നോക്കാം. നമുക്ക് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം എടുക്കാം. യിരെമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കാം. 3:19 വായിക്കാം. യിരെമ്യാവ് 3:19. ഞാനോ നിന്നെ ദത്തെടുത്തു, നിനക്ക് ജാതികളിലെ അതിഭംഗിയുള്ള അവകാശമായ മനോഹര ദേശം നൽകേണ്ടത് എങ്ങനെയെന്ന് വിചാരിച്ചു. നീ എന്നെ എൻ്റെ പിതാവേ എന്ന് വിളിക്കും, എന്നെ വിട്ടുമാറുകയുമില്ല എന്നും ഞാൻ വിചാരിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം വിചാരിച്ചു. ദൈവം ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവം നിങ്ങൾക്ക് ജീവിതം തന്ന്, ദൈവം നിങ്ങൾക്ക് വിദ്യാഭ്യാസം തന്ന്, ദൈവം നിങ്ങൾക്ക് ഭാവി തന്ന്, ദൈവം നിങ്ങൾക്ക് കുടുംബം തന്ന്, ദൈവം നിങ്ങൾക്ക് ആരാധനാ സ്ഥലങ്ങൾ തന്ന്, എല്ലാം തന്ന് ഇത്രത്തോളം ജീവിക്കാനുള്ള മാർഗവും സൗഖ്യവും തന്നപ്പോൾ ദൈവം പ്രതീക്ഷിക്കുന്നു എന്താണ്? നീ എന്നെ അപ്പാ എന്ന് വിളിക്കും, എന്നെ പിതാവേ എന്ന് വിളിക്കും. ദൈവത്തിന് സ്തോത്രം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അവകാശം കൊടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ തീരുമാനം നീ എടുക്കുമെന്ന് ദൈവം പ്രതീക്ഷിച്ചു. നീ അവനെ അപ്പാ എന്ന് വിളിക്കുമെന്ന് ദൈവം പ്രതീക്ഷിച്ചു. ദൈവത്തിന് പ്രതീക്ഷയുണ്ട്. അപ്പാ എന്ന് വിളിക്കും, വിട്ടു മാറുകയില്ല. നീ ക്രിസ്തുവിനെ വിട്ടു മാറില്ല. നീ ലോകത്തിലേക്ക് ഇറങ്ങില്ല, നീ ലോകത്തിൻ്റെ അടിമയായി പോകില്ല എന്ന് ദൈവം നിന്നെക്കുറിച്ച് പ്രതീക്ഷിച്ചു. പക്ഷേ നീ എന്ത് ചെയ്തു? 2-ാം അധ്യായത്തിലേക്ക് എടുക്കാം. അതേ പുസ്തകം തന്നെ 2-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ, ഇപ്പോഴത്തെ തലമുറയായുള്ളവേ, യഹോവയുടെ അരുളപ്പാട് കേൾപ്പിൻ. ഞാൻ ഇസ്രായേലിന് ഒരു മരുഭൂമിയായിരുന്നുവോ, അന്ധകാര പ്രദേശമായിരുന്നുവോ? ഞാൻ ഇസ്രായേലിന് മരുഭൂമിയായിരുന്നു. ദൈവം നിനക്കൊന്നും തരാതിരുന്നില്ലേ? ദൈവം നിന്നെ സഹായിച്ചില്ലേ? ദൈവം നിനക്ക് ആഹാരം തന്നില്ലേ? ദൈവം നിനക്ക് ഇത്രത്തോളം സ്വസ്ഥയും സമാധാനവും തന്നില്ലേ? കുടുംബം തന്നില്ലേ? വായിക്കാം, താഴത്തേക്ക് വായിക്കാം. ഞങ്ങൾ കെട്ടഴിഞ്ഞു നടക്കുന്നു, ഇനി നിന്റെ അടുക്കൽ വരികയില്ല എന്ന് എൻ്റെ ജനം പറയുന്നത് എന്ത്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം പ്രതീക്ഷിച്ചു നീ ദൈവത്തെ അപ്പായെന്ന് വിളിക്കും. ഇനി യേശു ക്രിസ്തു ആശ വെച്ചു ദൈവം നീ അവനെ അപ്പായെന്ന് വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നീ എന്താണ് അങ്ങോട്ട് പറഞ്ഞത്? ഞങ്ങൾ കെട്ടഴിഞ്ഞു നടക്കുന്നു, ഞങ്ങൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരികയില്ല, ഞങ്ങൾ വചനം കേൾക്കാനും വരില്ല, ഞങ്ങൾ മാനസാന്തരത്തിലേക്കും വരില്ല, ഞങ്ങൾ പാപം വിടില്ല, ഞങ്ങൾ മദ്യശാപ്പ് വിടില്ല, ഞാൻ എഴുതാത്ത ബന്ധം വിടില്ല, ഞാൻ ഈ പിടിവാശി വിടില്ല, ഞാൻ ഈ പ്രതികാരാഗ്നി വിടില്ല, ഞാൻ എൻ്റെ ആശയത്തിൽ ഉറച്ചു നിൽക്കും, ഞാൻ ദൈവത്തിനടുക്കിലേക്ക് വരില്ല, എനിക്ക് ദൈവം വേണ്ട എന്ന് നീ പറയുന്നു. ദൈവം പ്രതീക്ഷിച്ചതോ നീ ദൈവത്തെ അപ്പായെന്ന് വിളിക്കുമെന്ന് ദൈവം പ്രതീക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ്
മനുഷ്യൻ്റെ അടിമത്തം വരുന്നത്. ഇവിടെ മുതലാണ് മനുഷ്യൻ അടിമയാകാൻ തുടങ്ങുന്നത്. ഇസ്രായേൽ ജാതി എങ്ങനെ അടിമത്തത്തിലേക്ക് പോയി എന്നുള്ളതായ കാരണങ്ങളാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇന്നും അടിമത്തമുണ്ട്. ഇസ്രായേൽ രാജ്യം വേറൊരു രാജ്യയുടെ പൊളിറ്റിക്കൽ അടിമത്തമായിരുന്നു. അതല്ല, ഇന്നും വേറെ എത്രയോ അടിമത്തങ്ങളിലൂടെയാണ് മനുഷ്യൻ കിടക്കുന്നത്. മനുഷ്യൻ മദ്യത്തിൻ്റെ അടിമയായി പോകുന്നു, അവിഹിത ബന്ധത്തിൻ്റെ അടിമയായി പോകുന്നു, വൈരാഗ്യത്തിൻ്റെ അടിമയായി പോകുന്നു, പ്രതികാരാഗ്നിയുടെ അടിമയായി പോകുന്നു, ചില സ്വഭാവങ്ങളുടെ അടിമയായി പോകുന്നു, ചില വിരുദ്ധമായ പ്രസ്ഥാനങ്ങളുടെ അടിമയായി പോകുന്നു. അറിയുന്നില്ല മനുഷ്യൻ. അടിമയായി പോകുന്ന കാര്യം മനുഷ്യൻ അറിയുന്നത് പോലുമില്ല. നിത്യനായ ദൈവം കർത്താവായ യേശു ക്രിസ്തു വന്ന് അന്നത്തെ ജനത്തോട് സംസാരിച്ചു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 28-24 കർത്താവ് എന്താണ് പറയുന്നത്? യോഹന്നാൻ 8:24, ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവർ കൂസലില്ലാതെ കേൾക്കുകയാണ്. കേൾവിക്കാർക്ക് യാതൊരു വ്യത്യാസവുമില്ല. കർത്താവ് പറയുന്ന വാക്കെന്താണ്, അതിൻ്റെ ഗൗരവം എന്താണ്, അതിൻ്റെ ആഴമെന്താണ്, അവർ മനസ്സിലാക്കുന്നേയില്ല, അവർ കൂട്ടാക്കുന്നില്ല. കർത്താവ് എന്താണ് അവർ പറഞ്ഞത്? നിങ്ങൾ ഇങ്ങനെ പോയാൽ, ഇന്നത്തെ പോലെ ജീവിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. വായിച്ചോ? ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. കേൾവിക്കാർക്കൊരു കൂസലുണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം അവരപ്പാവിനെ വിളിക്കുകയെന്ന് പ്രതീക്ഷിച്ചു. അവർ ദൈവത്തോട് പറഞ്ഞു, ഞങ്ങൾ കെട്ടഴിഞ്ഞു കിടക്കുന്നു, ഞങ്ങൾ നിൻ്റെ അടുക്കലേക്ക് വരികയില്ല. കർത്താവായ യേശു വന്നു. അന്ന് ദേവാലയത്തോട് ബന്ധപ്പെട്ട ആ സമൂഹത്തോട് പ്രസ്താവിച്ചു, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഒരു പ്രശ്നവുമില്ല, ഒരു കൂസലുമില്ല. വചനം കേട്ടിട്ട് ഒന്നും സംഭവിച്ചുള്ള തോന്നിയില്ല. അവരുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് പറഞ്ഞപ്പോഴും അവർക്ക് യാതൊരു കൂസലുമില്ല. കാരണം അവർക്ക് പള്ളിയുണ്ടല്ലോ, അവർക്ക് ദേവാലയമുണ്ടല്ലോ, അവർക്ക് ആരാധനാ കേന്ദ്രങ്ങളുണ്ടല്ലോ, അവർക്ക് ആഘോഷങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് പാപത്തിൽ മരിക്കുക അവർക്കൊരു വിഷയമായിരുന്നില്ല. കാരണം ദേവാലയമുണ്ട്, അവിടെ കൊണ്ടുപോയി ഒരു ആടിനെ യാഗം കഴിച്ചാൽ അവരുടെ പാപം മാറുമെന്ന് ആ മൂഢജനം വിശ്വസിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്രിസ്ത്യാനികളും പാപത്തിൽ മരിക്കുമെന്ന് കേട്ടാൽ അവർക്ക് യാതൊരു കൂസലുമില്ല. ആത്മാവിൽ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു വിഷമവും വേദനയുമില്ല. ദൈവവചനം കേൾക്കുന്നവർക്കുമില്ല, കൂട്ടായ്മയിലുള്ളവർക്കുമില്ല, ദൈവവചനം പറയുന്നവർക്കുമില്ല. മരിച്ചവരും എഴുന്നേറ്റ് പ്രസംഗിക്കും. ആത്മാവിൽ ജീവനില്ലാത്തവനും ഇന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കും. കാരണം ദൈവത്തിൻ്റെ ആത്മാവിലുള്ള ജീവൻ എന്താണെന്നോ ആത്മാവിൻ്റെ മരണമെന്തെന്നോ അറിവില്ലാത്തവണ്ണം മനുഷ്യൻ്റെ കണ്ണ് കുരുടായിരിക്കുന്നതായ കാലമാണിതെല്ലാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം അവരുടെ പാപത്തിൻ്റെ കാഠിന്യം എന്താണ്? മോശ അവസാനത്തെ പാട്ടുപാടി ഇസ്രായേലിൻ്റെ പാപം എന്താണെന്ന് മോശയോടെ പറയുന്നുണ്ട്. മോശയുടെ പാട്ടാണല്ലോ 32-ാമത്തെ അധ്യായം, ആവർത്തന പുസ്തകം 32-ാം അധ്യായം മോശയുടെ പാട്ടാണ്. അതിൻ്റെ 15-ാമത്തെ വാക്യവും 18-ാമത്തെ വാക്യവും നമുക്ക് വായിച്ചു കേൾക്കാം. 15-ാമത്തെ വാക്യം, യശൂരൂനോ പുഷ്ടിവെച്ച ഉദച്ചു, നീ പുഷ്ടിവെച്ച കനത്തെ തടിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മോശ പാടുകയാണ്, ഇസ്രായേൽ മക്കൾ മിസ്രൈമിലെ അടിമകളായിരുന്നു. അവർ ജീവിക്കാൻ മാർഗമില്ലായിരുന്നു, അവർക്ക് ഉപജീവന മാർഗമില്ലായിരുന്നു, അവർ നിസ്സാരന്മാരായിരുന്നു, അടിമകളായിരുന്നു. അവിടെ നിത്യനായ ദൈവം അവരെ ഉയർത്തിക്കൊണ്ടുവന്നു. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. അവരെ മോശയുടെ കൈ കീഴവർ വന്നു, ചെങ്കടൽ കടന്നു, മരുഭൂമി കടന്നു, അവർ കനാൻ നാടിനരികത്തേക്ക് എത്തി. ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താണ്? അവർ പുഷ്ടിവെച്ചു, തടിച്ചു, കൊഴുത്തു. അതിൻ്റെ 18-ാമത്തെ വാക്യം, നിന്നെ ജനിപ്പിച്ച പാറയെ നീ വിസ്മരിച്ചു, നിന്നെ ഉൽപ്പാദിപ്പിച്ച ദൈവത്തെ മറന്നു കളഞ്ഞു. നിന്നെ ജനിപ്പിച്ച പാറയെ നീ മറന്നു. ഇന്ന് ക്രിസ്ത്യാനി ദൈവത്തെ മറക്കുന്നു. അവന് വേണ്ടി മരിച്ച യേശുവിനെ ഓർക്കുന്നേയില്ല. ഇന്ന് കാൽവരി ക്രൂശ് അവർക്കൊരു ദുഃഖവെള്ളിയാഴ്ചയുടെ ആരാധന മാത്രമാണ്. കുരിശിൽ മരിച്ചവനാ യേശുവിനെ അവർ ഹൃദയത്തിൽ സ്വീകരിക്കുന്നില്ല. അവർ യേശുവിൻ്റെ കുരിശിന് വില കൊടുക്കുന്നില്ല. ആ യേശുവിൻ്റെ കുരിശിലെ 7 മൊഴികളെക്കുറിച്ച് അവർ പ്രസംഗിക്കുന്നു, അവരുടെ ഹൃദയത്തിലില്ല. ഇന്ന് ദൈവവചനം ഘോഷിക്കുന്നവരുണ്ട്, കൂട്ടായ്മകൾ ധാരാളമുണ്ട്. പക്ഷേ കർത്താവായ യേശുവിനെ അവർ മറന്നു കളഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം മറന്നു കളഞ്ഞിരിക്കുന്നു. വചനത്തിന് വില കൊടുക്കാതെയുള്ളതായ ഒരു ക്രൈസ്തവ സമൂഹത്തെയാണ് നാം ഇന്ന് കാണുന്നത്. മോശ അന്ന് അപ്രകാരം തന്നെ പറഞ്ഞു.
പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യത്തിൽ കിടന്ന കാലത്ത് അവർക്ക് ദൈവത്തെ വേണമായിരുന്നു. കഷ്ടതയിൽ കിടന്ന കാലത്ത് ദൈവത്തെ വേണമായിരുന്നു. ഒന്നുമില്ലാതിരുന്ന കാലത്ത് ദൈവത്തെ വേണമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ശലോമോൻ രാജാവ് വളരെ ജ്ഞാനത്തോടുകൂടെ ദൈവസ്നേഹത്തോടുകൂടെ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. ശലോമോൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. 30-ാമത്തെ അധ്യായം, സദൃശവാക്യം 30-ാം അധ്യായം 7, 8, 9 വാക്യം നമുക്ക് വായിക്കാം. 2 കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുത്. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. വ്യാജവും ഭോഷ്കും, 2 കാര്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരല്ലേ. എൻ്റെ പാപം വ്യാജവും ഭോഷ്കും എന്നിൽ നിന്ന് അകറ്റണം. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരരുത്. എന്താണ് അതിൻ്റെ കാരണം? താഴത്തേക്ക് വായിക്കാം. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിന്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. ദൈവത്തിന് സ്തോത്രം. ശലോമോന്റെ ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്. കർത്താവേ, സമ്പത്ത് വന്നാൽ ഞാൻ ദൈവം ആരാണെന്ന് ചോദിക്കാൻ തുടങ്ങും. പണം പെരുകിയാൽ ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങും. ദൈവത്തെ തൃണവൽക്കരിക്കാൻ തുടങ്ങും. അങ്ങനെ സമ്പത്ത് വന്നാലുള്ള ആപത്ത് മനസ്സിലാക്കിക്കൊണ്ട് ശലോമോൻ പ്രാർത്ഥിച്ചു, സമ്പത്ത് എനിക്ക് തരല്ലേ, അവിഹിതമായ സമ്പത്ത് എനിക്ക് വരല്ലേ, അന്യായമായ സമ്പാദ്യം എനിക്ക് ഉണ്ടാകല്ലേ. ഞാൻ ദൈവത്തെ മറക്കാനിടവരും, ഞാൻ ദൈവത്തെ ചോദ്യം ചെയ്യാനിടവരും. അതുപോലെ തന്നെ ദാരിദ്ര്യവും എനിക്ക് വരല്ലേ. എനിക്ക് സഹിക്കാൻ വരാത്ത ദാരിദ്ര്യം വന്നാൽ ഞാൻ മോഷ്ടിച്ചു പോയാലോ, എനിക്ക് മോഷ്ടിക്കാനിടവരുമോ? അതുകൊണ്ട് സമ്പത്തും ദാരിദ്ര്യവും എനിക്ക് തരല്ലേ എന്നാണ് ശലോമോൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപത്തെ ഓർത്തുള്ളതായ ആ ബോധം നാം നിലനിർത്തണം. നമ്മുടെ പാപത്തെ ഓർത്ത് നാം കരയുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിൻ്റെ പ്രാഗൽഭ്യമുള്ള വചനങ്ങളാണ് ഇയ്യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം. ഇയ്യോബിൻ്റെ പ്രാഗൽഭ്യ വചനങ്ങളാണത്. ഇയ്യോബിൻ്റെ പ്രാഗൽഭ്യം, ചില കാര്യങ്ങളെല്ലാം ഇയ്യോബിന് നല്ല പ്രാഗൽഭ്യമുണ്ടായിരുന്നു. ഇയ്യോബിന് ചില തെറ്റുകളുണ്ടായിരുന്നു, അത് ഇയ്യോബ് തിരുത്തി. എന്നാൽ ചില കാര്യങ്ങളിൽ ഇയ്യോബിന് നല്ല പ്രാഗൽഭ്യമുണ്ടായിരുന്നു. അതിലൊരു കാര്യം മാത്രം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 31-ാം അധ്യായം എടുക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 24, 25 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. 24, 25 വാക്യം. ഞാൻ പൊന്ന് എൻ്റെ ശരണമാക്കിയെങ്കിൽ, തങ്കത്തോട് നീ എൻ്റെ ആശ്രയമെന്ന് പറഞ്ഞുവെങ്കിൽ, എൻ്റെ ധനം വളരെയായിരിക്കൊണ്ടും എൻ്റെ കൈ അധികം സമ്പാദിച്ചിരിക്കൊണ്ടും ഞാൻ സന്തോഷിച്ചുവെങ്കിൽ, സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭയോടെ ഗമിക്കുന്നതോ കണ്ടിട്ട് എൻ്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും. പ്രിയപ്പെട്ടവരെ, എന്തൊരു പ്രാഗൽഭ്യമാണത്! കാരണം സമ്പത്ത് എന്നെ ആകർഷിച്ചിട്ടില്ല, ഞാൻ പണത്തിൻ്റെ പുറകെ പോയിട്ടില്ല. അദ്ദേഹം സമ്പന്നനായിരുന്നു, പക്ഷേ പണം എൻ്റെ ദൈവമായിരുന്നില്ല, പണം എൻ്റെ അടിസ്ഥാന വിഷയമായിരുന്നില്ല. എന്നെ പണം സ്വാധീനിച്ചിട്ടില്ല. ഞാൻ പണക്കാരനായി ജീവിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ ആത്മാവിനെ ബാധിച്ചിട്ടില്ല. ഒരു വാക്യം കൂടെ പറയുന്നുണ്ട്, 25-ാമത്തെ വാക്യം. എൻ്റെ വായ് എൻ്റെ കയ്യെ ചുംബിച്ചിട്ടില്ല. ഒരു വാക്യമില്ലേ? അങ്ങനെ ഒരു വാക്യമില്ലേ? വായിച്ചേ. എൻ്റെ വായ് എൻ്റെ കയ്യെ ചുംബിക്കുകയും ചെയ്തുവെങ്കിൽ. എൻ്റെ വായ് എൻ്റെ കയ്യെ ചുംബിക്കുകയും ചെയ്തെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ ഒരു നല്ല എക്സ്പ്ലനേഷൻ ഒരു ഇംഗ്ലീഷ് ബൈബിളിലുണ്ട്. എ സർജൻ ഡോണ്ട് ഗീവ് ഹോമേജ് ടു ഹിസ് ഓൺ ഹാൻഡ്. ഓപ്പറേഷൻ നടത്തി കഴിയുമ്പോൾ, ആ ഓപ്പറേഷൻ വിജയിച്ചു കഴിഞ്ഞാൽ, ഒരു ഓപ്പറേഷൻ നടത്തിയ സർജൻ ഓപ്പറേഷൻ നടത്തിയ തൻ്റെ കയ്യെ ചുംബിക്കില്ല. എന്നുവെച്ചാൽ ഈ കൈയാണ് ഓപ്പറേഷൻ നടത്തിയതെന്ന് ആ സർജൻ പറയൂല. കയ്യെ ചുംബിക്കില്ല എന്ന് പറഞ്ഞാൽ സ്വയപ്രശംസ ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, ഒരു യഥാർത്ഥ ദൈവ ഇതൽ ഒരിക്കലും പണത്തിൻ്റെ പുറകെ അവൻ പോകില്ല. എന്നെ ആത്മീയം പഠിപ്പിച്ച പ്രിയപ്പെട്ട യോഹന്നാൻ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്, പണമില്ലെങ്കിലും ദൈവവേല നടക്കും, വിശുദ്ധന്മാരില്ലെങ്കിൽ ദൈവവേല നടക്കില്ല. പണമുള്ളത് കൊണ്ട് ദൈവവേല നടക്കണമെന്നില്ല. പണമില്ലെങ്കിലും ദൈവവേല നടക്കും, എന്നാൽ വിശുദ്ധന്മാരില്ലെങ്കിൽ ദൈവവേല നടക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, സ്വയപ്രശംസയുണ്ടോ? സ്വയപ്രശംസ. ദാവീദിന് പണമില്ലാത്ത കാലമുണ്ടായിരുന്നു, അവൻ ദാരിദ്ര്യമുണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു. അക്കാലത്ത് അവന് പാപം വന്നില്ല. മറിച്ച് അവൻ പട്ടുമത്തയിൽ കിടക്കാൻ തുടങ്ങിയ കാലത്താണ് അവന് പാപത്തിലേക്ക് വീഴാൻ ഇടവന്നത്. എപ്പോഴും എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം ശ്രദ്ധയുള്ളവരായിരിക്കുക. നമ്മുടെ പാപത്തെ നാം ഗൗരവമായി കാണുക. പാപം ഒരു നിസ്സാര വിഷയമല്ല.
പാപം ഒരു നിസ്സാര വിഷയമല്ല. അതുകൊണ്ടാണ് നിലവിളിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം പാപത്തെ ഓർത്ത് നിലവിളിക്കണമെന്ന് പറയുന്നത്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 39-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 39, വിലാപങ്ങൾ 3:39 വായിക്കാം. മനുഷ്യൻ ജീവനുള്ളെന്ന് നെടുവീർപ്പെടുന്നത് എന്ത്? ഓരോരുത്തൻ താൻ താൻ്റെ പാപങ്ങളെ കുറിച്ച് നെടുവീർപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള കാലം, ഇംഗ്ലീഷ് ബൈബിൾ പറയും ജീവനുള്ള കാലം. ജീവനുള്ള കാലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലമെല്ലാം ജീവനുള്ള കാലമെന്നാണോ? അല്ല. ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്ന കാലമെല്ലാം ജീവനുള്ള കാലമല്ല. ജീവനുള്ള കാലം എന്ന് പറയുന്നത് വൺ ഹൂ ഈസ് സ്റ്റിൽ ഇൻ ദ സ്കൂൾ ഓഫ് ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ ഒരു ശിക്ഷണത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കാലമാണ് ഒരു മനുഷ്യൻ്റെ ജീവനുള്ള കാലം എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമേ അവൻ ആത്മാവിൽ ജീവനുള്ളൂ. ഒരു മനുഷ്യൻ എപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ വചനമനുസരിച്ച്, വചനത്തിൻ്റെ ശിക്ഷണത്തിന് കീഴിൽ ജീവിക്കാൻ എനിക്ക് മനസ്സാണെന്ന് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ സമർപ്പണമുള്ള കാലമാണ് അവൻ ആത്മാവിൽ ജീവിക്കുന്ന കാലം എന്ന് പറയുന്നത്. ആ സമർപ്പണം അവൻ്റെ ഉള്ളിലുള്ള കാലത്ത് മാത്രമേ അവൻ ആത്മാവിൽ ജീവനുള്ളൂ. ദൈവത്തിൻ്റെ വചനം കേട്ട് ഞാൻ തിരുത്താൻ പോകുന്നില്ല, ദൈവത്തിൻ്റെ വചനം വായിച്ച് ഞാൻ മാറ്റം വരുത്താൻ പോകുന്നില്ല, ആ മനോഭാവത്തോടെ ജീവിക്കുന്ന കാലത്തിന് ജീവനുള്ള കാലമെന്ന് വേദപുസ്തകം വിളിക്കുന്നില്ല. അവൻ ആത്മാവിൽ മരിച്ചവനാണ് ആ കാലത്ത്. നിങ്ങൾ ആത്മാവിൽ ജീവിക്കുന്നവനാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വ്യക്തമായ നിർണയമുണ്ടായിരിക്കും. ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ട് തിരുത്താൻ തയ്യാറായ മനുഷ്യനാണ്. ഞാൻ ദൈവത്തിൻ്റെ ശാസന കേട്ട് എൻ്റെ പാപം വിടാൻ തയ്യാറായ മനുഷ്യനായിരിക്കും. ഞാൻ ദൈവത്തിൻ്റെ വചനപ്രകാരം എൻ്റെ ഹൃദയത്തിലും എൻ്റെ കുടുംബത്തിലും ഞാൻ സ്നേഹത്തോടെ ഞാൻ പെരുമാറേണ്ടതുപോലെ പെരുമാറാൻ ഞാൻ മനസ്സുള്ളവനായിരിക്കും. അതുകൊണ്ടാണ് ജീവനുള്ള കാലത്ത് മനുഷ്യൻ നെടുവീർപ്പെടുന്നത് പാപത്തെ ഓർത്ത് നെടുവീർപ്പെടണമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആത്മീയ രംഗം എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണ് നാം കാണുന്നത്? ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നെല്ലാം യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാമത്തെ വാക്യം വായിക്കും. ഇന്ന് ആത്മീയ രംഗത്ത് കുത്തിമറിച്ചിലിൻ്റെ കാലമാണ്. നമുക്ക് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം എടുക്കാം, അതിൻ്റെ 18-ാം അധ്യായം എടുക്കാം, അതിൻ്റെ 26 മുതലുള്ള വാക്യം വായിച്ചു നോക്കാം. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 26-ാം വാക്യം മുതൽ 3 വാക്യം 29 വരെ നമുക്ക് വായിക്കാം. അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവർ എടുത്ത് ഒരുക്കി ബാലെ ഉത്തരമരളയണമെന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ആത്മീയ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. വലിയ ആരാധനയുടെ കാര്യമാണ് ഇവിടെ നടക്കുന്നത്. നാം ശ്രദ്ധയോടെ മനസ്സിലാക്കണം. ആരാധനയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല. ഒരു ശബ്ദവും ഉത്തരവും ഉണ്ടായില്ല. തങ്ങൾ ഉണ്ടാക്കിയ ബലിപീഠത്തിന് ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. അവർ തുള്ളിച്ചാടാൻ തുടങ്ങി. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു. അതിന്റെ 29 വായിച്ചു. ഉച്ച തിരിഞ്ഞിട്ട് ഭോജനം കഴിക്കുന്ന സമയം വരെ അവർ വെളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആരാധനാ സ്ഥലത്ത് തുള്ളിച്ചാട്ടമാണ്. അവർ കിടന്ന് തുള്ളിച്ചാടാൻ തുടങ്ങി. അവരങ്ങനെ പറയാൻ തുടങ്ങി, ഇങ്ങനെ പറയാൻ തുടങ്ങി. ആ വാക്യങ്ങളൊക്കെ വായിക്കേണ്ടതാണ്. അവർ തുള്ളിച്ചാടി ആരാധിക്കുകയാണ്. ദൈവം ഉത്തരം തരും, ദൈവം ഉത്തരം തരും, ദൈവം പ്രശ്നം മാറ്റിത്തരും, ദൈവം ഇപ്പോൾ വെളിപ്പെടും എന്നെല്ലാം പറഞ്ഞ് തുള്ളിച്ചാടുന്നതായ ഒരു സമൂഹത്തെയാണ് നാം അവിടെ കാണുന്നത്. ക്രൈസ്തവ സമൂഹത്തിലും ഇപ്രകാരമുള്ളതായ തുള്ളിച്ചാടുന്ന ആത്മീയരുണ്ട്. വാസ്തവത്തിൽ തുള്ളിച്ചാട്ടം, ആത്മീയമായ തുള്ളിച്ചാട്ടം, ഇതൊന്നും യഥാർത്ഥമായ ആത്മീയതയല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ ആത്മീയത എന്താണെന്ന് ചോദിച്ചാൽ അതൊന്നും യഥാർത്ഥമായ ആത്മീയതയല്ല. പല ആത്മീയതയും ആത്മീയ രംഗത്ത് നാം കാണുന്നത് എല്ലാം ആത്മീയമായ കാര്യങ്ങളല്ല. എല്ലാം ഹൃദയം കൊണ്ട് സമർപ്പണമുള്ളവരല്ല. എല്ലാവരും ഹൃദയം കൊണ്ട് പാപത്തെ വെറുക്കുന്നവരല്ല. എല്ലാവരും പാപം കൂടാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരല്ല. എല്ലാവരും ദൈവേഷ്ടം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരല്ല. ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ കുരിശിനെ സ്നേഹിക്കുന്നവരോ മാനിക്കുന്നവരോ ആ യേശുവിൻ്റെ അടിമയായി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരോ അല്ല. തുള്ളിച്ചാടുന്നതായ ആത്മീയ കൂട്ടങ്ങളെ നാം കാണുന്നു. യഥാർത്ഥ ആത്മീയതയ്ക്ക് ഈ തുള്ളിച്ചാട്ടവുമായി ഒരു ബന്ധവുമില്ല. ദൈവമക്കളെ, നമുക്കറിയാമല്ലോ, നല്ല ബുദ്ധിമാന്മാരായ മനുഷ്യർ, നല്ല ഉന്നത ബുദ്ധിമാന്മാരായ മനുഷ്യർ, പക്ഷേ അവരുടെ രഹസ്യജീവിതം മ്ലേച്ഛമായിരിക്കും. സമൂഹത്തിലവർ ഉന്നത സ്ഥാനത്തായിരിക്കും, നല്ല ബുദ്ധിമാന്മാരായിരിക്കും, പക്ഷെ അവരുടെ രഹസ്യജീവിതം മ്ലേച്ഛമായിരിക്കും. സ്വന്തം കുടുംബത്തിൽ അവർക്കൊരു വിശ്വസ്തതയും ഉണ്ടാവില്ല. മ്ലേച്ഛമായിട്ട് അവർ ജീവിക്കും. എന്നാലോ അവർ ബുദ്ധിയിൽ അഗ്രഗണ്യന്മാരാണ്. അതുപോലെ തന്നെ ആത്മീയ രംഗത്തും ഏറ്റവും
ഉന്നതന്മാരായിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവരുടെ ഹൃദയത്തിലും പാപം കുടികുത്തി വാഴും. അവരുടെ ഹൃദയത്തിലും പാപം കുടികുത്തി വാഴും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. ആത്മീയ രംഗത്ത് നാം ഇന്ന് ശോഭിച്ച് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം, അനേകർ മാനിക്കുന്ന വ്യക്തിയായിരിക്കാം, അനേകർ നിങ്ങളെ നോക്കി കൈകൂപ്പുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഹൃദയം എങ്ങനെയുള്ളത്? രണ്ടും ഒരുമിച്ച് വാഴും. പാപവും ദൈവവേലയും ഒരുമിച്ച് മനുഷ്യൻ്റെ ഹൃദയത്തിൽ വാഴും. ബുദ്ധിശക്തിയും കൗശലവും അതുപോലെ അവിശ്വസ്തതയും ഒരുമിച്ച് ഒരു ബുദ്ധിമാൻ്റെ ഹൃദയത്തിൽ വാഴും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തെ നമുക്ക് ജാഗ്രതയോടെ സൂക്ഷിക്കാം. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. മനുഷ്യൻ നെടുവീർപ്പെടുന്നത് എന്തിനു വേണ്ടി? മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു, അവൻ്റെ പാപത്തെ ഓർത്ത് നമുക്ക് നെടുവീർപ്പിടാം. നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു വിശ്വസ്തനാണ്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നാം ശുദ്ധീകരിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പാപമോചനത്തിന് വേണ്ടി ആ ക്രിസ്തുവിലേക്ക് ചെല്ലാം. നമ്മുടെ ഹൃദയത്തെ നമുക്ക് വെടിപ്പാക്കാം. ഹൃദയത്തിൻ്റെ വെടിപ്പിന് നമുക്ക് വില കൊടുക്കാം. ഹൃദയത്തിൻ്റെ പരിശുദ്ധിക്ക് നമുക്കൊന്നാം സ്ഥാനം കൊടുക്കാം. ക്രിസ്തുവിൻ്റെ വകയായി ജീവിക്കാൻ നികളം തൊടാതെ, പണം തൊടാതെ, അശുദ്ധി തൊടാതെ, എളിമയോടും വിനയത്തോടും കൂടെ നമുക്ക് കർത്താവായ യേശുവിൻ്റെ മക്കളായി ജീവിക്കാം. നാം അപ്പ എന്ന് വിളിക്കുമെന്ന് ദൈവം പ്രതീക്ഷിച്ചു. എന്നാൽ മകനെ, നീ ഇന്ന് വരെ വിളിച്ചില്ല, ഇന്നെങ്കിലും ഒന്ന് വിളിക്കാവോ? യേശുവേ, നീ എൻ്റെ അപ്പനായിട്ട് ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഇന്നു മുതൽ ഞാൻ നിൻ്റെ മകനായി ജീവിക്കും. ഇന്നു മുതൽ ഞാൻ യേശുവിൻ്റെ മകനായി ജീവിക്കും. നിങ്ങൾക്ക് സമർപ്പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചേർന്ന് പറയാം. ഇന്നു മുതൽ ഞാൻ യേശുവിൻ്റെ മകനായി ജീവിക്കും. ഇന്നു മുതൽ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ മകളായി ജീവിക്കും. ഇന്നു മുതൽ ഞാൻ യേശുവിൻ്റെ അടിമയായി ജീവിക്കും. നല്ല ദൈവമേ, സ്നേഹമുള്ള ദൈവമേ, ഈ സമയത്തിനായി സ്തോത്രം. ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ മേൽ തിരുക്കരം വയ്ക്കുന്നതിനായി സ്തോത്രം. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമേൻ.